2026 ഒരു സർക്കാർ ജോലി നേടണം എന്ന ആഗ്രഹമുള്ളവരാണോ? ഇനി പഠിച്ചു തുടങ്ങാനായി പോവുകയാണ്, അല്ലെങ്കിൽ കുറെ കാലമായി PSC പഠിക്കുന്നു, പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതിലേക്ക് എത്താനായി അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല എന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കൂ. കുറെ കാര്യങ്ങളിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ, നമ്മുടെ പഠന രീതിയിലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലും നമ്മളൊരു മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നല്ല ഒരു റിസൾട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു PSC ഉദ്യോഗാർത്ഥി പഠിച്ചു തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. തുടക്കത്തിൽ തന്നെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഹൗ ടു സ്റ്റാർട്ട്, എങ്ങനെ തുടങ്ങണം, അത് ഒരു ഐഡിയയും ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കാനുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, വളരെ സമാധാനപരമായിട്ടുള്ള, മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാത്ത ഒരു എൻവയോൺമെന്റ്. ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒരുപാട് നോയ്സുകളുടെ ഇടയിൽ ഇരുന്നാണ് പഠിക്കുന്നതെങ്കിൽ നമ്മളുടെ ആ പഠിക്കുന്ന വെറുതെ ബുക്ക് നോക്കി ഇരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും അത് പഠനം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മളുടെ സമയം മാക്സിമം പ്രയോജനപ്പെടുത്തി കാര്യങ്ങൾ പഠിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പീസ്ഫുൾ എൻവയോൺമെന്റ് നമ്മൾ ആദ്യം കണ്ടെത്തുക. നിങ്ങൾക്ക് ഏത് സ്ഥലമാണോ ഈ ഒരു ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ, മറ്റുള്ളവരുടെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സമാധാനത്തിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നത്, ആ സ്ഥലം നിങ്ങൾ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യുക. ഇതിപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ആകാം, അല്ലെങ്കിൽ ഹോൾ ആകാം, അല്ലെങ്കിൽ കിച്ചൺ ആകാം, അല്ലെങ്കിൽ എന്താണ് റൂഫ് ടോപ്പ് ആകാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിറ്റ് ഔട്ട് ആകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്ഥലമാണോ ആ സ്ഥലം നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ആ സ്ഥലം നിങ്ങൾ പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം. ഓക്കെ, ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്യുക എന്നതാണ്. ഒരു എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് എക്സാംസ് വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഡീവിയേറ്റ് ചെയ്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് നോക്കാം, ഇത് നോക്കാം, ഇത് രണ്ടും കൂടെ നോക്കാം, ഇത് 3-4 കൂടെ നോക്കാം എന്നൊക്കെ നമ്മുടെ മനസ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് പറ്റുന്ന ജോബ് ഏതാണോ, നമുക്ക് ഇഷ്ടമുള്ള ജോബ് ഏതാണോ അതിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. മറ്റേതിന് സെക്കൻഡറി പ്രിഫറൻസ് മാത്രം കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് പ്രിഫറൻസ് അല്ലെങ്കിൽ പ്രൈമറി പ്രിഫറൻസ് എന്തിനു കൊടുക്കുക, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ നേടണം എന്ന് ആഗ്രഹിക്കുന്ന ജോലിക്ക് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ CPO, CEO, അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തുടങ്ങിയ പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ ഒരുമിച്ച് വരുന്ന സമയത്ത് കുറെ പേര് എന്ത് ചെയ്യും, CPO നോക്കാം, CEO നോക്കാം, ഫയർഫോഴ്സ് നോക്കാം എന്ന് പറഞ്ഞ് എല്ലാം കൂടെ വാരി വലിച്ചിരുന്ന് പഠിക്കും. സ്പെഷ്യൽ ടോപ്പിക് എല്ലാം ഓരോന്നിലും ഡിഫറെൻ്റ് ആണ്. സോ അതിൽ സ്പെഷ്യൽ ടോപ്പിക്ക് ഇതിലെ എല്ലാം കൂടി ഇങ്ങനെ പഠിച്ചിരിക്കുമ്പോഴത്തേക്കും ഒന്നും അവസാനം കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ ആ എക്സാമും പോയി, മറ്റേതും പോയി, ഫയർഫോഴ്സും പോയി, അങ്ങനെ മൊത്തത്തിൽ എല്ലാം പോകുന്ന ഒരു അവസ്ഥ വരും. സോ അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് പറയുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒരു എക്സാമിനായിരിക്കണം. ഏത് എക്സാം ആണോ, 10th പ്രിലിംസ് ആണെങ്കിൽ അങ്ങനെ, കമ്പനി ബോർഡ് LGS ആണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയാണെങ്കിൽ അങ്ങനെ. പ്രൈമറി പ്രിഫറൻസ് നിങ്ങൾ അതിന് കൊടുക്കുക. ബാക്കി പരീക്ഷകൾ എഴുതണ്ട എന്നല്ല അതിനർത്ഥം. നിങ്ങൾ ബാക്കി സമയം എന്ത് ചെയ്യുക, കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുത്തുകൊണ്ട് ബാക്കി കിട്ടുന്ന സമയങ്ങളിൽ ബാക്കിയുള്ള പരീക്ഷകൾക്ക് കൂടി പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ. അല്ലെങ്കിൽ എല്ലാത്തിനും ഒരേ പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. ഒരുപാട് പേര് ഇപ്പോൾ അത് വിഷമിച്ചിരിപ്പുണ്ടായിരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട്, അല്ലെ? അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാകരുത്. ഇനി വരുന്ന പരീക്ഷകളിലെങ്കിലും, കാരണം ഇനിയും ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്, അല്ലെ? കമ്പനി ബോർഡ് LGS വരുന്നുണ്ട്, 10th ലെവലിൽ എന്തൊക്കെ വരുന്നുണ്ട്, VFA വരുന്നുണ്ട്, ബെബ്കോ LD വരുന്നുണ്ട്, പ്രിസൺ ഓഫീസർ വരുന്നുണ്ട്, ദെൻ 12th ലെവൽ CPO, CEO, ഫയർഫോഴ്സ് എല്ലാം വരുന്നുണ്ട്, ദെൻ ഡിഗ്രി ലെവൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും എക്സൈസ് ഇൻസ്പെക്ടർ, SB CID, അങ്ങനെ ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്, അല്ലെ? അപ്പോൾ അതിലേക്കെല്ലാം നമ്മളിങ്ങനെ ഓടാനായിട്ട് നമ്മുടെ മനസ്സിങ്ങനെ പറയുമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. നമുക്ക് പറ്റുന്ന ഏത് പോസ്റ്റ് ആണോ, പെട്ടെന്ന് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, ഇനിയിപ്പോൾ ഡിഗ്രി ലെവൽ ജോലി മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ,
ഏത് പോസ്റ്റ് ആണോ നിങ്ങൾക്ക് പറ്റുന്നത് അതിൽ മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന് അതിൻ്റെതായിട്ടുള്ള പ്രിഫറൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇനി അടുത്തത് എന്താണ്? പ്രിന്റ് യുവർ സിലബസ്. ഞാൻ എൻ്റെ കുട്ടികളോട് എപ്പോഴും പറയുന്നതാണ്, സിലബസ് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക. എന്തിനാണ് സിലബസ് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുന്നത്? വെറുതെ കാണാനല്ല, നമ്മൾ അറിയാതെയെങ്കിലും നമ്മുടെ മനസ്സിന് അതൊരു അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പഠിക്കുന്ന ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക? സിലബസിൽ അണ്ടർലൈൻ ചെയ്തു പോവുക. അങ്ങനെ അണ്ടർലൈൻ ചെയ്യുമ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് വരും. അത് മൊത്തം നമുക്ക് അണ്ടർലൈൻ ചെയ്യണം, അങ്ങനെ ചെയ്ത് കാണണം എന്നുള്ള നമ്മളൊരു നമ്മുടെ ഉള്ളിൽ നമുക്ക് അങ്ങനെ തോന്നും. സോ അതിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മളുടെ ഉള്ളിൽ അത് പഠിക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരും. സോ അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ഇമ്പാക്ട്സ് നമ്മുടെ സിലബസ് പ്രിന്റ് ചെയ്തെടുക്കുന്നതിലൂടെ ഉണ്ട്. മാത്രമല്ല ഇത് കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പൊ ഫോണൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഫോൺ എടുക്കുന്ന സമയത്ത് മാത്രമേ അത് കാണത്തുള്ളൂ അല്ലെ. നമ്മൾ ഓർക്കുമ്പോൾ മാത്രമേ, സിലബസിനെ പറ്റി ഓർക്കുമ്പോൾ മാത്രമേ നമ്മൾ അത് എടുക്കത്തുള്ളൂ. പക്ഷേ സിലബസ് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വെറുതെ നമ്മൾ സമയം കളയുന്നു, ഫോൺ എടുത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തോ അത് അവിടെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു തോന്നൽ വരും, അയ്യോ എനിക്കിനി ഒരുപാട് പഠിക്കാനുണ്ട്, എനിക്കിനി ഒരുപാട് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അങ്ങനെ ഒരു തോന്നല് നമ്മുടെ ഉള്ളിൽ വരും അല്ലെ. സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സിലബസ് പ്രിന്റ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. മാത്രമല്ല വേണ്ടുന്ന ടോപ്പിക്സുകൾ മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. ചില സബ്ജക്റ്റുകൾ, ചില ടോപ്പിക്കുകളൊന്നും പല പല പരീക്ഷകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സിംഗ് ആയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ കണ്ടെത്തണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഏതെങ്കിലും കോഴ്സ് ഏതെങ്കിലും സിലബസ് ഫോളോ ചെയ്ത് പോകുന്നവരാണെങ്കിൽ അവിടെ ചില സബ്ജക്റ്റുകൾ വ്യത്യാസം വരാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ അറിയാതെ പോവുകയും അതിന് വേണ്ടിയിട്ട് സമയം വെറുതെ കളയുകയും ചെയ്യും. സോ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിനകത്ത് അണ്ടർലൈൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് പഠിച്ചു പോകാനായിട്ട് സാധിക്കും. അപ്പൊ അത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ദെൻ അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക എന്നതാണ്. നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ, ഇപ്പൊ നമ്മുടെ എൻട്രിയിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, നോർമൽ ബാച്ചിലുള്ളവരാണെങ്കിൽ അവിടെ ടാസ്ക് 1 ടാസ്ക് 2 ഏത് കോഴ്സ് ആണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ദെൻ അതിനകത്ത് ടാസ്ക് 1 ടാസ്ക് 2 എന്ന് പറഞ്ഞിട്ട് ഓരോരോ ടോപ്പിക്സും ഓരോരോ വീഡിയോസും കാണും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനനുസരിച്ച് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ നമ്മുടെ സ്പെഷ്യൽ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ സ്പെഷ്യൽ ബാച്ചിനകത്ത് സ്റ്റഡി പ്ലാൻ വരും, ഓരോ ദിവസം പഠിക്കേണ്ട ടോപ്പിക്കുകൾ വരും, അതിനനുസരിച്ചുള്ള വീഡിയോസും PDF കാര്യങ്ങളും എല്ലാം അവിടെ വരും. അത് കൃത്യമായിട്ട് പഠിച്ചു പോയാൽ മതിയാകും. ഇനി ഇതിലൊന്നുമില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ സിലബസ് എടുത്തു വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കുക, അതിനനുസരിച്ചുള്ള ക്ലാസ്സസ് കണ്ട് പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഒരു പ്ലാനിങ്ങിലൂടെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ രാവിലെ ഒരു ബുക്ക് തുറന്ന് എടുത്തു വെച്ച് ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പം ഒരു 5 മാസം കഴിഞ്ഞാൽ പോലും നമ്മൾ ആ സിലബസിന്റെ പകുതി പോലും എത്തത്തില്ല. കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാകണം, ആ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാകണം, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു റിസൾട്ടിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പൊ അതാണ് അടുത്ത ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക. പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡെയിലി പഠിക്കാനായിട്ട് ഇരിക്കുന്നു. ആ ഡെയിലി പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ടോപ്പിക് ഒരു ബുക്കിന്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെക്കുക, ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും, ഈ ടോപ്പിക്ക് ഞാൻ ഇന്നത്തെ ദിവസം കൊണ്ട്, ഇന്നത്തെ രാത്രി കൊണ്ട് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്ന ഉറച്ച മനസ്സോടുകൂടി നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒന്നുമില്ലാതെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വെറുതെ ഏതെങ്കിലും ടോപ്പിക്ക് പഠിക്കാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാലും നിങ്ങളത് കംപ്ലീറ്റ് ആക്കത്തില്ല. സോ അതിനനുസരിച്ച് നിങ്ങൾ പ്ലാനിങ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ആ പ്ലാൻ കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ വീക്കസ്റ്റ് പോയിന്റ് ഏതാണോ അതിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കുറേ പേർക്ക് മാത്സ് പാടായിരിക്കും, കുറേ പേർക്ക് ഇംഗ്ലീഷ് പാടായിരിക്കും, കുറേ പേർക്ക് ഹിസ്റ്ററി പാടാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റുകൾ പാടായിട്ടുണ്ട്. സോ ആദ്യം മുതൽക്കേ തന്നെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ ബുദ്ധിമുട്ടുള്ളത് അതിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കുറേ പേര് ചെയ്യുന്നത് എന്താണ്? അതങ്ങ് സ്കിപ്പ് ചെയ്ത് കളയും അല്ലേ. അങ്ങനെ ചെയ്യരുത്. നമ്മൾ എപ്പോഴും സിലബസിലെ ഫുൾ കവറേജ് ആണ് നമ്മുടെ
മനസ്സിലെ എയിം എന്ന് പറയുന്നത്. അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. അല്ലാതെ ഹിസ്റ്ററി പാടാണ്, ഞാൻ ഹിസ്റ്ററി പഠിക്കുന്നില്ല, മാത്സ് പാടാണ്, ഞാൻ മാത്സ് പഠിക്കുന്നില്ല, അങ്ങനെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ അത്രയും മാർക്കാണ് നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നത്. സോ അങ്ങനെ ചിന്തിക്കരുത്. ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത് ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കുക. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുക. ഞാൻ അത് പഠിച്ചെടുക്കും, ബാക്കിയുള്ളവർക്ക് പറ്റുമെങ്കിൽ പിന്നെ എനിക്ക് എന്താ പറ്റിയാല് അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള ആ ഒരു പഠനം നമ്മുടെ അല്ലെങ്കിൽ ആ ഒരു മനസ്സ് നമ്മൾ കൊണ്ടുവരിക, അതിനെ ഇഷ്ടപ്പെടാനുള്ള മനസ്സ് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ഏത് ടോപ്പിക്കാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, ഇപ്പൊ മാത്സ് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ 1 മണിക്കൂർ മാത്സിന് വേണ്ടി മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായോ? ജസ്റ്റ് 1 മണിക്കൂർ എല്ലാ ദിവസവും ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മാത്സിന്റെ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ മാത്സ് ടഫ് എന്ന് നിങ്ങൾ പിന്നെ അവസാനം പറയത്തില്ല. ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ പോകുന്നതും മാത്സിനായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകൾ ഏതാണോ, വീക്കസ്റ്റ് പോയിന്റ് ഏതാണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇനിയും റിവിഷൻ ഇല്ലാതെ ഒരാൾക്ക് പോലും ആ റാങ്ക് ലിസ്റ്റിന്റെ ടോപ്പിൽ എത്താൻ പറ്റില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. വെറുതെ സിലബസ് കവർ ചെയ്യുന്നു എന്നതിലല്ല കാര്യം. എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്ത് അത് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് ഓർമ്മ വരണം അല്ലേ? ഓർമ്മ വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിവിഷൻ ചെയ്യാൻ പറയുന്നത്. റിവിഷൻ എന്ന് പറയുമ്പോൾ എക്സാം അടുപ്പിച്ച് റിവിഷൻ ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. ഡെയിലി റിവിഷൻ ചെയ്യുക, വീക്ക്ലി റിവിഷൻ ചെയ്യുക, മന്ത്ലി റിവിഷൻ ചെയ്യുക ആൻഡ് ഓവറോൾ റിവിഷൻ ചെയ്യുക. ഇത്രയും റിവിഷൻ പ്രോസസ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു 100 റാങ്കിനുള്ളിൽ നിങ്ങളുടെ പേരുകളായിരിക്കും അവിടെ ഉണ്ടാവുക. മനസ്സിലായോ? അപ്പൊ റിവിഷന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാകത്തില്ല, എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ട് റിവിഷൻ ചെയ്യുക. അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്ന് കിടക്കുന്നതിന് മുമ്പായിട്ട് റിവൈസ് ചെയ്യുക. തൊട്ടടുത്ത ദിവസം അടുത്ത ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പായിട്ട് തലേന്ന് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഇങ്ങനത്തെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ദെൻ നമുക്ക് ആ ഒരു അവസാന റിസൾട്ടിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് വൺ ആണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് പോകും, സിലബസ് ഒക്കെ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആക്കും, പക്ഷേ എക്സാം ഹാളിൽ കൃത്യസമയത്തിനുള്ളിൽ അത് ചെയ്ത് തീർക്കാൻ പറ്റാത്ത ഒരവസ്ഥ അത് നിങ്ങൾക്ക് കുറെ പേർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ടൈമർ സെറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഒരു നോർമൽ സ്പീഡ്, ഇങ്ങനെ നമ്മൾ സാധാരണ ഒരു സെന്റൻസ് വായിച്ചു പോകുന്ന ഒരു സ്പീഡ് ഉണ്ടല്ലോ, ആ സ്പീഡിൽ തന്നെ ആയിരിക്കും നമ്മളെ മെമ്മറി വർഷങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെക്കുന്നത്. പക്ഷേ ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു പാസേജ് ക്വസ്റ്റ്യൻ തന്നാലും നമുക്കത് സ്പീഡിൽ വായിച്ച് മനസ്സിലാക്കി എടുക്കണം. അത് നിങ്ങളെ എക്സാം ഹാളിൽ പോയിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ എക്സാം നമ്മൾ ഫെയിൽ ആയി പോകും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പഠിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു സ്പീഡ് കൊണ്ടുവരിക. ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിനകത്ത് നിങ്ങൾ വായിച്ച് നോക്കി മനസ്സിലാക്കുമല്ലോ, ആ ഒരു പ്രോസസ്സിന്റെ സ്പീഡ് നിങ്ങൾ കുറച്ചും കൂടി എന്ത് ചെയ്യുക? കൂട്ടുക. അതൊരു ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ്. അത് മാത്രമല്ല, കൃത്യസമയത്തിനുള്ളിൽ ആ ഒരു എക്സാം കംപ്ലീറ്റ് ആക്കുക എന്നത് ഒരു ടാസ്ക് കൂടിയാണ്. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം മോക്ക് എക്സാംസും മോഡൽ എക്സാംസും പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു ടൈം മാനേജ്മെന്റിന്റെ കേസിൽ നമുക്ക് നെഗറ്റീവ്സ് വരുന്ന കാര്യങ്ങളെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മൾ ബാക്കി എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ടൈം മാനേജ്മെന്റ് ഇല്ലെങ്കിൽ നമ്മൾ ആ പരീക്ഷയ്ക്ക് തോറ്റുപോകും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ടൈം മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? അപ്പോൾ മാക്സിമം മോക്ക് ടെസ്റ്റ് എടുക്കുക, മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുക. അതിനകത്തെല്ലാം ടൈമർ ഉണ്ടാകും. നിങ്ങൾ എൻട്രിയിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവിടെ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. എൻട്രിയുടെ ഹോം പേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് എക്സാംസ് ഉണ്ട്. മോക്ക് എക്സാംസ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്, ലൈവ് എക്സാംസ് ഉണ്ട്. സോ ഇതെല്ലാം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. വെറുതെ വന്നിരുന്നത് പ്ലേലിസ്റ്റ് നോക്കി ടാസ്ക് നോക്കി ക്ലാസ് കേട്ട് പോവുക അല്ല വേണ്ടത്. അതിനകത്തുള്ള ഫീച്ചേഴ്സ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ സക്സസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം നിങ്ങൾ അങ്ങോട്ടേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. മനസ്സിലായോ? അപ്പൊ ടൈം മാനേജ്മെന്റ്
മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തത് എന്താണ്? യെസ്, മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ആണ്. മോക്ക് ടെസ്റ്റ് പ്രാക്ടീസിന്റെ ഉപയോഗം എന്താണ്? എന്തിനാണ് വെറുതെ മോക്ക് ടെസ്റ്റ് ചെയ്ത് സമയം കളയുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷെ എനിക്ക് അതിനുള്ള ഒരു ഉത്തരമുണ്ട്. അതായത് നമ്മൾ വെറുതെ ഒരു എക്സാം ഹാളിൽ പോയി ഇരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് വരുന്നു, അറിയാവുന്ന ചോദ്യങ്ങൾ എഴുതുന്നു, അവസാനം അറിയാവുന്ന ഒരു ഡൗട്ടുള്ള ചോദ്യങ്ങൾ പോലും നമ്മൾ കറക്കി കുത്തും അല്ലെ. കറക്കി കുത്തുന്ന സമയത്ത് നമ്മുടെ മാർക്കുകൾ എന്ത് ചെയ്യുന്നു? തൊര നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. നമ്മുടെ മാർക്കുകൾ മൊത്തം ഇങ്ങനെ നെഗറ്റീവ്സ് അടിച്ച് കിട്ടിയ മാർക്ക് പോലും പോകുന്ന ഒരവസ്ഥ വരും. സോ അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഈ മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ എത്രത്തോളം മീൻസ് നമുക്കൊരു ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് എത്രത്തോളം പുറകോട്ട് പോകുന്നു, നമ്മുടെ റാങ്ക് എത്രത്തോളം താഴെ പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് സ്വയം മനസ്സിലാക്കാനും ആ തെറ്റുകൾ ആ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ആവർത്തിക്കാതിരിക്കാനും നമ്മൾ ശ്രമിക്കും അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോക്ക് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. മനസ്സിലായോ? മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യുക. നമ്മളിപ്പം നല്ല രീതിയിൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ പഠിച്ച കുറേ പേര് ചെയ്യുന്ന ഒരു രീതിയാണ്, ഞാൻ സിലബസ് മൊത്തം പഠിച്ചതിന് ശേഷം മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും ചെയ്താൽ പോരെ, എനിക്ക് അറിഞ്ഞുകൂടാത്ത പോർഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ടാകും. അതൊന്നും കാര്യമില്ല. നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ മോക്ക് ടെസ്റ്റും മോക്ക് എക്സാംസും ഒക്കെ ചെയ്യുക. കാരണം കുറച്ച് വീതം നിങ്ങൾ ഇംപ്രൂവ് ആയി വരുന്നത് നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ലാസ്റ്റ് ആ സിലബസ് ഫുള്ള് കവർ ചെയ്യുന്ന ആ ഒരു ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് ആ നല്ലൊരു മാർക്കിലേക്ക്, ആ മോക്ക് എക്സാംസിലും മോഡൽ എക്സാംസിലും നല്ലൊരു മാർക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് എക്സാം ഹാളിൽ നല്ലൊരു കോൺഫിഡൻസും ഉണ്ടാകും എക്സാം ഹാളിൽ പോയിരിക്കുന്ന സമയത്ത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പിൾ ടെസ്റ്റ് മാത്രമാണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ കൊണ്ടുവരിക. ദെൻ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിർത്തരുത്. ഡോണ്ട് ക്വിറ്റ്. അതായത് ഇപ്പോൾ ഒരു പരീക്ഷ കഴിയുന്നു, അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴേ കളഞ്ഞിട്ട് വേറെ പണിക്ക് പോവുകയാണ്. എടാ, ഇപ്പോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ജോലി പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് പഠിച്ചു എന്ന് പറഞ്ഞ് കിട്ടുന്നതല്ല. ഈ വർഷങ്ങളായിട്ട് പഠിച്ച ആൾക്കാർ നിങ്ങളോട് ഇപ്പം മത്സരിച്ചിട്ട് ഉണ്ടാകും അല്ലെ. അവരെന്ത് ചെയ്യും? അവർ നിങ്ങളെക്കാളും കൂടുതൽ പഠിച്ചത് കൊണ്ട് ചിലപ്പോൾ നിങ്ങളെക്കാളും നേരത്തെ കയറി പോകും എന്ന് പറഞ്ഞ് നിങ്ങൾ അത് അവിടെ കളഞ്ഞിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആർക്ക് തന്നെയാണ് നഷ്ടം? നിങ്ങൾക്ക് തന്നെയാണ്. ആ നിങ്ങൾ പകുതിയിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഓരോ ആൾക്കാര് ഒന്നേന്നും പറഞ്ഞ് തുടങ്ങുന്നത് അല്ലെ. ഇതൊരു പ്രോസസ്സാണ്. നിങ്ങളിപ്പം തുടങ്ങുന്നു, ആ സമയത്ത് കുറെ പേര് പകുതിയിൽ നിൽപ്പുണ്ട്, കുറെ പേര് ആ ഒരു സക്സസിന്റെ തൊട്ടടുത്തായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ ഓരോ സ്റ്റേജിൽ നിൽക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ പുറകീന്നും ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇതേപോലെ പിറകീന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്കൊരു സമയമുണ്ട്. നിങ്ങൾ സമയമാകുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു സ്റ്റേജിൽ എത്തും. അതിനു മുമ്പായിട്ടാ ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പുറകിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവിടെ എത്തുകയും അവർ നല്ലതുപോലെ സർക്കാർ ജോലി നേടി മുന്നോട്ട് പോവുകയും ചെയ്യും. നിങ്ങൾ വേറെ പണിയെടുത്ത് ജീവിക്കേണ്ട അവസ്ഥയും വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും, ഈ പരാജയങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. അത് ആ ഒരു വിജയത്തിന്റെ ഒരു മുന്നോടിയാണ് മാത്രം നിങ്ങൾ ചിന്തിക്കുക. പരാജയങ്ങളിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കുക. പരാജയങ്ങളിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ഇനി ഒരു പരാജയം ഉണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് പോവുക. അങ്ങനെ പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ വിജയിച്ച് നമ്മുടെ മുന്നിലൊക്കെ ഉള്ളത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മനസ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് പിടിച്ചു വെക്കുക. ഇനി ഒരു കാരണവശാലും ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് എനിക്ക് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതി അവിടെ ഞാൻ അവസാനിപ്പിക്കത്തില്ല. ഞാൻ അത് കിട്ടുന്നത് വരെ ഞാൻ അത് പോരാടും, അതിനു വേണ്ടി ഞാൻ പ്രയത്നിക്കും എന്ന് മനസ്സിനെ പറഞ്ഞ് ബലപ്പെടുത്തുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരുവിധം PSC പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ഇനി ഒരു കാര്യം കൂടി, ഓഗസ്റ്റ് 20-ാം തീയതി എൻ്റെ സ്പെഷ്യൽ ഗോൾഡ് ബാച്ച്, അതായത് VFA അതുപോലെ തന്നെ എന്താണ് ബെവ്കോ LD എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരാനായിട്ട് പോവുകയാണ്. സോ ഈ ഒരു പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹമുള്ളവർക്കായിട്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ ബാച്ച്, ഓൾറെഡി ബാച്ചസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരിക്കാം, അതിനുശേഷം ബാച്ചിൽ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിള്ളേർ തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ പിന്നീട് മത്സരിക്കാനായിട്ട് പോകുന്നതെന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് വെച്ചേരെ കേട്ടോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓഗസ്റ്റ് 20-ാം തീയതിയാണ് നമ്മുടെ അടുത്ത
അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 20-ാം തീയതിയാണ്. ഈ ഒരു എക്സാംസ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്പെഷ്യൽ ബാച്ച്, ലോങ് ടേം ബാച്ച് ആണ്. ഈ എക്സാംസ് വരെ നിങ്ങൾക്ക് അവിടെ ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആയിരിക്കും. 1 ഇയർ കോഴ്സ് ആണ്. സോ ഇതെല്ലാം നിങ്ങൾക്ക് മാക്സിമം അവിടെ എക്സാംസ്, സ്റ്റഡി പ്ലാൻ ഉണ്ടാകും, ഡെയിലി എക്സാംസ് ഉണ്ടാകും, അതുപോലെ വീക്ക്ലി എക്സാംസ് ഉണ്ടാകും, ടാസ്ക് വൈസ് എക്സാംസ് ഉണ്ടാകും, ടീച്ചേഴ്സിന്റെ എല്ലാവരുടെയും ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും, PYQ പ്രാക്ടീസ് ഉണ്ടാകും, ദെൻ എന്താണ് ഒരുപാട് ഫീച്ചേഴ്സ് അവിടെ ഉണ്ടാകും. ദെൻ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ മത്സരിക്കുകയാണ്. ഇപ്പോൾ ഒരു ബാച്ചിൽ ഒരു 200 കുട്ടികളുണ്ടെങ്കിൽ ആ 200 കുട്ടികൾ എന്ത് ചെയ്യാണ്? പരസ്പരം മത്സരിക്കുകയാണ്. ഓരോ പരീക്ഷകൾ നടക്കും തോറും ഇവര് പരസ്പരം മത്സരിച്ച് അവരിൽ ഒന്നാമതാകാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഒന്നാമതാകാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ PSC പരീക്ഷകളിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്ന PSC പരീക്ഷയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒന്നാമതാകാൻ സാധിക്കുകയുള്ളൂ. സോ അങ്ങനെ മത്സരിക്കുക. ഓക്കെ, നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കാം, ഞാൻ റാങ്ക് ഫയൽ നോക്കി പഠിക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ പഠിക്കാം, യൂട്യൂബ് ക്ലാസ് നോക്കി പഠിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ മനസ്സിലാലോചിച്ചോളൂ, ഒരു 5 വർഷമായാൽ പോലും നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റില്ല. കാരണം ഇവിടെ അത്രയ്ക്കും കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ കോമ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക? ടോപ്പിലെത്തുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻ്റെ സ്പെഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ആദ്യം തന്നെ പറയുന്നു, പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം, കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ളവർ മാത്രം ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതിയാകും. വെറുതെ വന്ന് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ആരും വരണ്ട. വന്നു കഴിഞ്ഞാൽ പഠിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യമാണ് സ്പെഷ്യൽ. നിങ്ങളെ മെൻറ്റർ ചെയ്യുന്നത് ഞാനായിരിക്കും. നമുക്ക് കൂടെ വേറൊരു മെൻറ്റർ സായി മാം ഉണ്ടാകും. അങ്ങനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ എല്ലാ ടോപ്പിക്സിൻ്റെയും സ്പെഷ്യൽ ക്ലാസ്സസ്, എൻ്റെ ലൈവ് ക്ലാസ്സസും എല്ലാം നിങ്ങൾക്ക് അതിലൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അതാണ് മെയിൻ കാര്യം. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു പാക്ക് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ LGSൻ്റെ കമ്പനി ബോർഡ് LGSൻ്റെ ലൈവ് ക്ലാസ്സസും കൂടി കൊടുക്കുന്നുണ്ട്. അത് ഞാൻ തന്നെ ആയിരിക്കും സിലബസ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നത്. LGSൻ്റെ പ്രിപ്പറേഷൻ കൂടി അതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ കോഴ്സ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ കമ്പനി ബോർഡ് LGSനും പഠിക്കാം, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ പരീക്ഷകൾക്കും തയ്യാറെടുക്കാനായിട്ട് സാധിക്കും. ഇനി വേറൊരു കാര്യം, ഫീസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഫീസ് നിങ്ങൾക്ക് ഒരു നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഫീസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഓഫ്ലൈൻ ബാച്ചിൽ അല്ലെങ്കിൽ ഓഫ്ലൈൻ സെന്ററിൽ പോകുന്നു, ഒരു മാസം 1000 രൂപ കൊടുക്കുന്നു, അതൊന്ന് 12 മാസമായിട്ടൊന്ന് നിങ്ങൾ കണക്കാക്കുക. അത്രയും പോലും ഫീസ് വരത്തില്ല. ഇതൊരു ലോങ് ടേം ബാച്ചാണ്. എക്സാം വരെ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും, എൻട്രിയും ഉണ്ടാകും. സോ അതിന്റെ അത്രയും പോലും നിങ്ങൾ ജസ്റ്റ് ആ ഫീസിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി, ഒരു മാസം എത്ര രൂപയാകുന്നു എന്ന്. ഇനി ഫുൾ എമൗണ്ട് അടയ്ക്കാൻ പറ്റാത്തവർ EMI ഓപ്ഷനും എല്ലാം അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ബാച്ചിലേക്ക് ജോയിൻ ആവുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.